ഹായ്! നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ബേസിക് സ്കിൻ കെയറിനെ കുറിച്ച് പറയാനാണ്. അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടേന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് 3 തരത്തിലുണ്ട്. ഓയിലി സ്കിൻ ടൈപ്പ് ഉണ്ട്, ഡ്രൈ സ്കിൻ ടൈപ്പ് ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പിന്റെ ഇതൊക്കെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണേ, നമ്മുടെ സ്കിൻ കെയറിൽ ഇതെങ്ങനെ ഉൾപ്പെടണേന്ന് പറയാം. എങ്ങനെയാന്ന് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പിന് എടുക്കുകയാണെങ്കിൽ നമ്മ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബേസിക് സ്കിൻ കെയറിലെ മെയിൻ ഭാഗമാണ് മോയ്സ്ചറൈസർ ഇടാന്നുള്ളത്. ഈ മോയ്സ്ചറൈസറിന്റെ ഭാഗം പറയുകയാണെങ്കിൽ നമുക്ക് ഓയിലി സ്കിൻകാർക്ക് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് നല്ലത്. അതായത് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രീം ബേസ്ഡ്, അതായത് ജെൽ ടൈപ്പ് ഉണ്ട്, ജെല്ലും ക്രീമും കൂടി ചേർന്ന രീതിയിലത്തെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ആൻഡ് ക്രീം ടൈപ്പ് മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് മൂന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിന്നുകാർക്ക് ജെൽ ടൈപ്പ് ആണ് നല്ലത്. അതായത് ക്രീം ടൈപ്പ് ഒക്കെ യൂസ് ചെയ്താൽ പോഴ്സ് ക്ലോഗ് ആവും. ക്ലോഗ് ആവുമ്പോൾ എന്താന്ന് വെച്ചാൽ അത് ഇറിറ്റേറ്റഡ് ആവും, കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഭയങ്കര ഓയിലി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓയിലി ആണ് നമ്മുടെ സ്കിൻ, അതിൻ്റെ ഒപ്പം ക്രീം ബേസ്ഡ് ആയിട്ടുള്ള തേക്കുമ്പോൾ കുറച്ചും കൂടി ഓയിലായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഓയിലി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് ജെൽ മോയ്സ്ചറൈസർ ആണ് നല്ലത്. ഇനി നമുക്ക് ഡ്രൈ സ്കിന്നിന്റെ പറയാം. ഡ്രൈ സ്കിൻ ആകുമ്പോൾ ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു എക്സാമ്പിളിൽ വരുന്ന ഒരു സ്റ്റെപ്പിലത്തെ ഒരു മോയ്സ്ചറൈസറിന്റെ ഒരു സ്റ്റെപ്പാണിത്. അതിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലത്. ആൻഡ് കോമ്പിനേഷൻ സ്കിൻകാരുടെ എന്ന് വെച്ചാൽ ഒരു ജെൽ അല്ല ക്രീമും അല്ലാത്തൊരു ഫോർമുലയുണ്ട്. അതാണ് നമ്മുടെ കോമ്പിനേഷൻ സ്കിൻകാർക്ക് നല്ലത്. ഇതിപ്പോ കുറെ പേര് ഇപ്പൊ ഇറക്കുന്നുണ്ട്. കുറെ ബ്രാൻഡ്സ് പല പല ഇതിട്ട് ഇറക്കുന്നുണ്ട്. പല പല ഫോർമുലാസിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വാങ്ങി യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എൻ്റെ ഡ്രൈ സ്കിൻ ആണോ ഓയിലി സ്കിൻ ആണോ കോമ്പിനേഷൻ സ്കിൻ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ളൊരു രീതി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 10 to 15 മിനിറ്റിൽ നമ്മുടെ ഒരു ഭയങ്കര ഓയിലി ആയിട്ടാണ് ഫേസ് ഫീൽ ചെയ്യണത്. അതായത് നെറ്റത്തൊക്കെ ഭയങ്കര ഓയില്, കവിളത്തൊക്കെ ഭയങ്കര ഓയിലായിട്ടാണ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഓയിലി സ്കിന്നാണ് മനസ്സിലാവും. ആൻഡ് ഡ്രൈ സ്കിന്നുകാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുഖം കഴുകി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വലിച്ചിൽ തോന്നും. അതായത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് വലിയ, മൂക്കിന്റെ ഈ ഭാഗത്ത് വലിയ, നെറ്റത്തും ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അതായത് ഒന്നും ഇല്ലാത്ത പോലെ ഭയങ്കര മാറ്റ് ഫിനിഷിലിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡ്രൈ സ്കിൻ ആണ്. ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ആരുടെയാന്ന് വെച്ചാൽ ഒരു നോർമൽ ടൈപ്പ് ഇരിക്കും. ആൻഡ് ഇവിടെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കംഫർട്ടായിട്ട് നമുക്കൊരു കംഫർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഡ്രൈനെസ്സും ഉണ്ടാവും, ഒരു ഓയിൽനെസ്സും ഉണ്ടാവും, അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെയാണ് കോമ്പിനേഷൻ സ്കിന്നുകാരുടെ സ്കിൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റെപ്പിലോട്ട് കിടക്കാം. സ്റ്റെപ്പിലോട്ട് കിടക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞതിൽ മോയ്സ്ചറൈസർ ഒക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ, പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരാം. അപ്പോൾ നമ്മ ഫസ്റ്റ് തന്നെ കാലത്ത് രാത്രിയും സ്കിൻ കെയർ ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ കാലത്ത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ കാലത്ത് എണീറ്റ് അപ്പൊ തന്നെ നമ്മ പല്ലേച്ച് അല്ല ഫസ്റ്റത്തെ മോർണിംഗ് റുട്ടീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റുട്ടീൻ ആക്കാം. നമ്മ ഫേസ് വാഷ് എടുത്ത് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ഇതുപോലെ തന്നെ ജെൽ ടൈപ്പ് ഉണ്ട്, ക്രീം ബേസ്ഡ് ഫേസ് വാഷ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. ഭയങ്കര ലിക്വിഡി ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഉണ്ട് കേട്ടോ, സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻകാരും ഉണ്ട്. അവരുടെ ഞാൻ ഒരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മ കാലത്ത് എണീച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് നമുക്ക് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ആക്നീസും പിമ്പിൾസും ഒക്കെ കുറെ ഉള്ള ടൈമിൽ നമുക്ക് ഒരു സാലിസിലിക് ആസിഡിന്റെ ഡെർമറ്റോക്കിന്റെ ഒക്കെ ഫേസ് വാഷ് ഇല്ലേ, അതൊക്കെ നമ്മളെ നന്നായിട്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആ സമയത്ത് അങ്ങനത്തെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലാത്തവരും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊന്ന്
കൺട്രോൾ ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഡെർംഡോക്കിന്റെ സാലിസിലിക് ആസിഡ് ജെൽ ഫേസ് വാഷ് ഉണ്ട്. അത് വളരെ നല്ലതാണ്. എനിക്ക് സ്കിന്നില് അതിന്റെ കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ഓരോ സീസൺസ് അനുസരിച്ച് എനിക്ക് മാറണ പോലെയും തോന്നാറുണ്ട്. സോ ഞാൻ എന്റെ മുഖത്ത് നന്നായിട്ട് പിമ്പിൾസ് വന്ന ടൈമില് ഞാൻ സാലിസിലിക് ആസിഡ് ഡെർംഡോക്കിന്റെയാണ് യൂസ് ചെയ്തത്. അത് നല്ലൊരു പ്രൊമോഷൻ ഒന്നല്ല. ബട്ട് നമുക്ക് എനിക്ക് പറഞ്ഞു തരാൻ തോന്നിയിട്ടുണ്ട്. കാരണം സ്കിന്നിൽ ഇങ്ങനെ കുരു വരുമ്പോ എനിക്ക് നല്ല കോൺഫിഡന്റ് കുറവ് തോന്നാറുണ്ട്. അതുപോലെ കുറെ പേരുണ്ടെങ്കിൽ നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കുക. അതായത് നമ്മുടെ കൈയിന്റെ ഭാഗത്തോ, കൈയിന്റെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്തോ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കുറച്ച് തേച്ചിട്ട് നോക്കുക. എന്നിട്ട് അതൊന്ന് കഴുകി കളയുക. എന്നിട്ട് ഇറിറ്റേഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഇതുപോലെ ഫേസ് വാഷ് ആണെങ്കിലും ഒക്കെ. സോ അപ്പൊ ഈ ഫേസ് വാഷിൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ജെൽ ടൈപ്പ് ഉണ്ട്. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്കിങ്ങനെ മാറ്റാം. ഈ മോയ്സ്ചറൈസർ പോലെ തന്നെയാണ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴും. പിന്നെ നന്നായിട്ട് ക്ലീൻ ആക്കണമെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞ ഡെർംഡോക്ക്. എനിക്കിപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് അത്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർംഡോക്കിന്റെ തന്നെയാണ്. ഇനി ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് എല്ലാം നല്ല വൃത്തിയുള്ളത് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ഈ ബാക്ടീരിയാസ് ഒക്കെയാണ് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വന്നു കഴിഞ്ഞുള്ള പാട് അതൊക്കെ ഉണ്ടാക്കുന്നത്. പിമ്പിൾസ് മെയിൻ ആയിട്ട് വരാൻ കാരണം നമ്മുടെ ഈ ഹൈജീനിക് അല്ലാത്ത ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യുക, തോർത്തൊക്കെ കുറെ നാൾ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരും. പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നോക്കണം. അത് മെയിൻ കാര്യമാണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം ട്ടോ. ഓക്കെ. അപ്പൊ ഇതിലേക്ക് ഞാൻ വരാം. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല ക്ലോത്ത് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു നനവ്, അതായത് നമുക്ക് തൊട്ട് കഴിഞ്ഞ ഒരു നനവ് തോന്നണം. അതായത് ഇങ്ങനെ തൊടുമ്പോ നമുക്കൊരു മുഖം തുടച്ച് ഫുൾ ഡ്രൈ ആക്കി തുടക്കില്ല വേണ്ട. ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരു നനവ് തോന്നുക. ആ നനവില് നമുക്ക് ഭയങ്കര ലിക്വിഡ് ആയിട്ട് തോന്നരുത്. അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡോട്ട് ടു ഡോട്ട് ആയിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടിയും ഒരു ഒരു സെറ്റാണ് എന്ന് തോന്നുന്നത്. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് ഡോട്ട് ടു ഡോട്ട് ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഒരു ബേസിക് ലെവലിലാണ് പറയണേ. ഓക്കെയാണ്. അതായത് നമ്മ വീട്ടിലിരിക്കാനാണെങ്കിൽ. പുറത്തേക്ക് പോകണ്ടെങ്കിൽ ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഒരു 1 മിനിറ്റ് ഇങ്ങനെ കൗണ്ട് ചെയ്തിരിക്കേണ്ട. ഒന്ന് സെറ്റായി മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആയി എന്ന് തോന്നുമ്പോൾ നമ്മ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ 2 ഫിംഗർ റൂള്. അത് നിങ്ങളുടെ സൺസ്ക്രീനിന്റെ ഒരു പെർഫോമൻസ് അനുസരിച്ച് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാവും സൺസ്ക്രീൻ എത്ര എടുക്കണമെന്ന്. അതായത് എല്ലാം 2 ഫിംഗർ റൂളിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. ആ സൺസ്ക്രീനിന്റെ ബോട്ടിലിലെ ഓട്ട അനുസരിച്ച് വരെ വ്യത്യാസം വരുത്താം നമുക്ക്. കാരണം വലിയ ഓട്ടയാണെങ്കിൽ 2 ഫിംഗർ എടുക്കേണ്ട കാര്യമില്ല. ഞാൻ മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എടുക്കണ സൺസ്ക്രീനിന്റെ ഇപ്പൊ മാറ്റി മാറ്റി യൂസ് ചെയ്ത പല സൺസ്ക്രീനും ഒരു സൺസ്ക്രീനാന്ന് വെച്ചാൽ വളരെ വലിയ ഒട്ടയാണ്. അപ്പൊ നമുക്കൊന്ന് കയ്യിലൊന്ന് ഈ ഭാഗത്ത് ഇട്ടിട്ട് ഒന്ന് ഡോട്ടായിട്ട് ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് കിട്ടുന്ന രീതിയിലത്തെ ഡോട്ട്, അതായത് അടുപ്പിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് തുടക്കല്ല സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ആ സൺസ്ക്രീൻ. പിന്നെ ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നെറ്റിയിൽ ഒന്ന് ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സൺസ്ക്രീൻ തന്നെ പല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. 2 ഫിംഗർ 3 ഫിംഗർ അതൊക്കെ നോക്കേണ്ട രീതിയിലത്തെ സൺസ്ക്രീൻ വേറെയാണ്, അല്ലാത്തതും വേറെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കി സൺസ്ക്രീൻ ഇട്ടാൽ ഒരു ബേസിക് ലെവൽ, അതായത് നമ്മുടെ സ്കിന്നിനൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെച്ച് നമ്മളെ വെളുത്തിട്ട് പാറ അങ്ങനെയൊന്നല്ല ഞാൻ പറയണേ. നമ്മുടെ സ്കിൻ ഭയങ്കര ഹെൽത്തി, നമ്മൾ ഭയങ്കര ഫ്രഷ് ലുക്ക്, അതായത് നമ്മ ഉറക്കം തൂങ്ങി നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഇരിക്കാതെ നമ്മ ഭയങ്കര ഫ്രഷ് ലുക്ക് ആൻഡ് നല്ല ഒരു ഒരു ഗ്ലോയി, ഒരു ഗ്ലാസ് സ്കിൻ അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്താൽ നമുക്കും കിട്ടും. ഓക്കെ.
അപ്പോ ഈ നല്ല രീതിക്കുള്ള സ്കിൻ കെയർ നമ്മുടെ ഈ നമ്മുടെ ഒരു ഡൾ നമ്മ ഈ സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ എന്താ നമ്മ അത്ര ഫ്രഷ് ലുക്കിങ് അല്ലെങ്കിൽ കുറെ പേരുണ്ട് ട്ടോ. ഞാനിപ്പോ സ്കിൻ കെയർ ഒന്നും ചെയ്യണില്ല. ബട്ട് ഓക്കെ ആണല്ലോ. ബട്ട് നമ്മ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് തോന്നും. പിമ്പിൾസ് എല്ലാം കുറവ് തോന്നും. ചിലർക്കൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പിന് അവരുടെ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടും. കാരണം കുറെ പേര് ചോദിക്കുമല്ലോ എന്തോരം കുരുവാ അങ്ങനെയൊക്കെ. സോ അതൊക്കെ ഒന്ന് എനിക്ക് കോൺഫിഡൻസ് കുറയാറുണ്ട്. എനിക്ക് മുഖത്ത് കുരുവൊക്കെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അയ്യോ ഇനിയും ചോദിക്കോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അതൊക്കെ കുറഞ്ഞു വരുമ്പോൾ ആ റിസൾട്ട് നമ്മളോട് ചോദിക്കും മുഖത്ത് കുരുവൊക്കെ കുറഞ്ഞല്ലോ. അപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞു എന്നുള്ള രീതിയിൽ വരും. സോ അതാണ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ പല ബെനഫിറ്റ്സും ഉണ്ട് പലർക്കും. അതായത് നമ്മ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. പലരും പലരും പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. സോ നമ്മുടെ ഈ സ്കിൻ കെയർ പല രീതിയിൽ പലർക്കും എഫക്റ്റ് ചെയ്യും. അപ്പോ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല ഹെൽത്തി സ്കിൻ കിട്ടും. നല്ല ഗ്ലോയി ആയിട്ട് നല്ല പ്രസന്റബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഗഡ് ഹെൽത്തും കൂടി നോക്കണം അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന്. ഓക്കെ, നമുക്ക് ഇനി അതിലേക്ക് കടക്കാം. അതെന്താന്ന് വെച്ചാൽ നമ്മ ഈ സ്കിൻ കെയർ ചെയ്താൽ മാത്രം നമ്മുടെ സ്കിൻ അടിപൊളിയായി ഹെൽത്തി ആയി ഗ്ലോയി ആയിരിക്കുമെന്ന് പറയാൻ പറ്റൂല. അതൊക്കെ ചിലവർ പറയണ കേൾക്കാം. ബട്ട് അതായത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾ ഇതാക്കും. ബട്ട് നമ്മൾ ഹെൽത്തും കൂടി നോക്കണം. അത് പറയുമ്പോൾ കുറച്ച് തെറ്റാന്നും കൂടി നമുക്ക് പറയാം. കാരണം ഈ ഗഡ് ഹെൽത്ത് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം കുടിക്കണം നന്നായിട്ട്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയി ആയി പ്രസന്റബിൾ ആയിരിക്കാൻ വെള്ളം കുടിക്കുന്നത് കൂടെ നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാണ്. കാരണം ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കരുത്. ഓക്കെ. അപ്പൊ നമ്മ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. നമ്മ വെള്ളം സ്കിപ്പ് ചെയ്യണം ചില സമയത്ത്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കൽ കുറയും. നമ്മ പോലും അറിയാതെ നമ്മുടെ വെള്ളം കുടി കുറയും. സോ നമ്മ ഡീഹൈഡ്രേറ്റഡ് ആയി ഇരിക്കരുത് ഒരിക്കലും. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കണം. പിന്നെ നല്ല പ്രോപ്പർ ഫുഡ് കഴിച്ചാൽ അതായത് ക്യാരറ്റ് ഒക്കെ അല്ലെങ്കിൽ പച്ചിലകളൊക്കെ കഴിച്ചാൽ നമ്മുടെ ഗഡ് ഹെൽത്ത് കൂടും. അതായത് നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആവും. അതും നമ്മുടെ സ്കിന്നിലേക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്കിൻ ഹെയറിലേക്ക് ഒക്കെ കാണാൻ പറ്റും. ഈ ഇലവർഗ്ഗങ്ങൾ അതായത് ഇലച്ചെടികളൊക്കെ കഴിച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചൽ കുറയും, കണ്ണിന് കാഴ്ച കൂടും എന്നൊക്കെ കാരണവന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും അമ്മമ്മമാരാണെങ്കിലും അച്ചച്ചന്മാരാണെങ്കിലും പറയണ കേൾക്കാം. അതൊക്കെ സത്യ. കാരണം അതൊക്കെ വലിയൊരു പാർട്ടാണ് നമ്മുടെ ലൈഫ് സൈക്കിളിൽ ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത്. പ്രോട്ടീൻ ചിക്കൻ കഴിക്കണം എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയിലാണെങ്കിലും നമ്മുടെ ഹെൽത്തിനാണെങ്കിലും നല്ലൊരു സംഭവമാണ് ഇതൊക്കെ കഴിക്കുമ്പോഴും ആണ്. അപ്പൊ നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഈ ഗഡ് ഹെൽത്ത് കൂടെ നോക്കിയാലാണ് നമുക്കൊരു പ്രോപ്പർ ഈ ബേസിക് സ്കിൻ കെയർ ഓക്കെ ആവുന്നത് നമ്മൾ ഈ സ്കിൻ കെയറും ഗഡ് ഹെൽത്തും കൂടെ നോക്കുമ്പോഴാണ്. അതായത് നമ്മൾ ഈ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അതായത് ഈ ചൂട് കാലത്ത് നമ്മൾ അറിയാണ്ടാണെങ്കിലും കുടിച്ചു, മടിയുള്ള ആൾക്കാരാണെങ്കിലും തൊണ്ട വറ്റിയ നമ്മൾ കുടിക്കും. പക്ഷെ ഈ മഴക്കാലത്തുണ്ടല്ലോ നമ്മ വെള്ളം അങ്ങനെ കുടിക്കൂല. അതും നമ്മുടെ സ്കിന്നിലേക്കാണെങ്കിലും നമ്മുടെ ഹെൽത്തിനാണെങ്കിലും നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതൊക്കെ നമ്മുടെ ഗഡ് ഹെൽത്ത് ആൻഡ് ഹെൽത്തി സ്കിന്നിനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഹെൽത്തി സ്കിൻ മാത്രമല്ല ഹെൽത്തി ഹെയറും കൂടെ കിട്ടും. സോ അതും കൂടി ഒന്ന് സെറ്റ് ആക്കിയെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് ഇനി കുറെ വീഡിയോസ് ഉണ്ട് വരാൻ കിടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ സെൻസിറ്റീവ് സ്കിൻ പറഞ്ഞല്ലോ ആൻഡ് ഹെൽത്തിന്റെ കാര്യം. അതായത് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വിറ്റാമിൻ ഡി പറഞ്ഞതിന്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഫേസ് ചെയ്തതും പിന്നെ കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇങ്ങനെ കുറെ ഹെയർ കെയർ അതിനൊക്കെ കുറിച്ചിട്ട്, അതായത് വിറ്റാമിൻ ഡി കുറഞ്ഞാലും പ്രശ്നമാണ്, അതിൻ്റെ ഒക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.